മഹാരാഷ്ട്രയിലാണ് സംഭവം. പൂനെയിൽ 8 വയസ്സുകാരനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. കൃഷിയിടത്തിൽ നിന്ന് കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു എന്നാണ് വിവരം. അതിനിടെ പൂനെയിലെ കേതിൽ ആക്രമിക്കാനെത്തിയ പുലിയെ ഒരു നായ തുരത്തി വിട്ടു. ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ഈ കുഞ്ഞാണ് ശരിക്കും ഈ പുലിയെ കടിച്ചു കൊലപ്പെടുത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ വായിച്ചിരുന്നു. പറയൂ ശ്രീനാഥ്. ആ കുഞ്ഞിന്റെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നു. 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് പുലി കടിച്ചു കൊന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം ചേർന്നത്. ആ സമ്മേളനത്തിലേക്ക് ഒരു MLA പുലിവേഷം കെട്ടി വന്ന ഒരു വാർത്ത കൗതുകത്തോടെ നമ്മളെല്ലാം കണ്ടതാണ്. അത് പലർക്കും അതൊരു തമാശയായി തോന്നിയെങ്കിലും അദ്ദേഹം വരുന്ന മേഖല ജുന്നാർ എന്ന ഈ മേഖല അത് കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ്. അത്രയധികം പുലി ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാവുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 പേരെയാണ് പുലി കടിച്ചു കൊന്നത്. അതിൽ 3 പേരും കുട്ടികളാണ്. ചെറിയ കുട്ടികളെയാണ് പുലി കടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നത് എന്നതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ജുന്നാർ മേഖല കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് രോഹിത് എന്ന ഈ 8 വയസ്സുകാരൻ. യഥാർത്ഥത്തിൽ രോഹിത്തിൻ്റെ കുടുംബം റായ്ഗഡിൽ നിന്നുള്ളവരാണ്. അവർ കർഷക കുടുംബമാണ്. കൃഷിപ്പണികളും മറ്റും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ അവർ തൊഴിലന്വേഷിച്ചാണ് പൂനെയിലെ ഈ ജുന്നാർ താലൂക്കിലേക്ക് എത്തുകയും അവിടെ കൃഷി ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തത്. ഈ കൃഷിപ്പണി നടക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയൊക്കെ ഈ പാടത്തുണ്ടായിരുന്നു. സമീപത്തൊരു ബണ്ടിലിരുന്ന് ഈ രോഹിത്തും സഹോദരിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് മറവിൽ നിന്ന് പുലി ചാടി വീണ് രോഹിത്തിനെ കടിച്ചു കൊണ്ടുപോകുന്നത്. ആളുകൾ പുറകെ ഓടി ബഹളം വെച്ചെങ്കിലും പുലി അതിനോടകം തന്നെ രോഹിത്തിനെ കൊന്നുകളഞ്ഞിരുന്നു. പിന്നീട് രോഹിത്തിൻ്റെ ശരീരം കണ്ടെത്തുമ്പോഴേക്കും അതിൽ ജീവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ ഭീതിയിലാണ് മഹാരാഷ്ട്ര ആകെയുള്ളത്. ഖേദിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു നായയെ പുലി ആക്രമിക്കാൻ എത്തുമ്പോൾ നായ പുലിയെ തുരത്തുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ എന്നിരുന്നാലും സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലായിടത്തും എന്നതുപോലെ പുലി ആക്രമണങ്ങൾ വലിയ തോതിൽ മഹാരാഷ്ട്രയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇടക്കാലത്ത് നിയമസഭയിൽ ഈ വനം മന്ത്രി പറഞ്ഞു, പുലിയെ നാട്ടിലിറങ്ങുന്നത് തടയാൻ വേണ്ടി കാട്ടിലേക്ക് ആടുകളെ അയക്കുന്ന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലികളെ പിടിച്ച് ആഫ്രിക്കയിലേക്ക് അയക്കുന്ന അടക്കമുള്ള പദ്ധതികൾ, പല വ്യത്യസ്തതരമായ പദ്ധതികളാണ് ഈ വനം വകുപ്പ് ആലോചിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ പ്രാവർത്തികമാവുകയോ പുലിയുടെ ആക്രമണങ്ങൾ തടയുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.